കഴിഞ്ഞ 2 വർഷമായി മുമ്പിരുന്ന വിമത കുര്യായുടെ അഭിപ്രായത്തെ തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഏകീകൃത കുർബാന അർപ്പിക്കാതെ അടഞ്ഞുകിടന്ന സെന്റ് മേരീസ് ബസിലിക്ക പള്ളി പുതിയ കുര്യായുടെ ധീരമായ പ്രവർത്തന ഫലമായി ഇനി മുതൽ സഭയുടെ ഔദ്യോഗിക ഏകീകൃത കുർബാന അർപ്പിക്കും. ഫാദർ തരിയൻ ഞാളിയത്ത് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായി നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസ് മണവാളനിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കാതെ വിമതർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു പഴയ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസ് മണവാളൻ ചെയ്തിരുന്നത്. എന്നാൽ സഭയോടൊപ്പം ധീരമായി ഫോർട്ട് കൊച്ചി പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തരിയൻ ഞാളിയത്ത് അച്ഛനെ അഡ്മിനിസ്ട്രേറ്ററാക്കിയത് വിമതരിൽ വലിയ അസഹിഷ്ണുതയാണ് ഉളവാക്കിയിരിക്കുന്നത്. എന്തായാലും പഴയ അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം കോടതിയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നൽകിയ കേസ് പരാജയപ്പെടുന്നതോടെ ഇനി മുതൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങാൻ കളമൊരുങ്ങി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ മക്കളുടെ 2 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് പുതിയ കൂരിയ നേതൃത്വത്തിന് ഏകീകൃത കുർബാന അർപ്പിക്കാൻ വഴിയൊരുക്കിയത്. പുതിയ കൂരിയ നേതൃത്വത്തിന് മാർത്തോമ നസ്രാണി സംഘം ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹം പൂർണ്ണ പിന്തുണ നൽകുന്നു. വിമതന്മാർ അവരുടെ കൂടെ നിൽക്കുന്ന അച്ഛന്മാരെ രക്ഷിക്കുന്നതിനായി പല്ലും നഖവും ഉപയോഗിച്ച് ഏകീകൃത കുർബാനയെ എതിർക്കുന്നു. പക്ഷേ എല്ലാ എതിർപ്പുകളും വെറും കടലാസു പുലികൾ മാത്രമാണ്.